ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 22-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 22-ാം അധ്യായത്തിൽ ബലിവസ്തു ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ്. അത് സാധാരണ ഭക്ഷിക്കാൻ അവകാശമുള്ളത് അത് പുരോഹിതന്മാർക്കാണ്. പുരോഹിതനും പുരോഹിത വംശത്തിൽപ്പെട്ടവർക്കുമാണ്. നമ്മുടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരും പുരോഹിത വംശത്തിൽപ്പെടുന്നവരായതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ ശരീരങ്ങൾ അനുഭവിക്കാനുള്ള അവകാശം നമുക്ക് ലഭിക്കുന്നത്. പഴയ നിയമത്തിൽ അഭിഷിക്ത പുരോഹിതന്മാർക്ക് മാത്രമേ അതിനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ, അതുപോലെ അവരുടെ കുടുംബത്തിലുള്ളവർക്കും. കാരണം അവർക്ക് വേറെ വസ്തുക്കളോ മറ്റ് ജോലിയോ ഒന്നുമില്ല. ഈ യാഗം അർപ്പിക്കുന്ന ബലിവസ്തു മാത്രമാണ് അവരുടെ ഭക്ഷണ വസ്തു. അതുകൊണ്ടാണ് അവർക്ക് അതിനുള്ള അവകാശം കൊടുക്കാൻ കാരണം. പുതിയ നിയമത്തിൽ നമ്മളെല്ലാം സ്നാനത്തിലൂടെ യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത് കൊണ്ട് എല്ലാ വിശ്വാസികൾക്കും അത് ഭക്ഷിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ പറയുന്നു, വിശുദ്ധ വസ്തുക്കളെ ആദരപൂർവം സമീപിക്കുകയും അതിനെ അശുദ്ധമാക്കാതിരിക്കുകയും ചെയ്യണം. കാരണം അത് ദൈവത്തിന് സമർപ്പിച്ചതാണ്. അപ്പോൾ ആ വസ്തു തന്നെ വിശുദ്ധമാണ്, അതിനെ അശുദ്ധമാക്കാൻ പാടില്ല. അയോഗ്യരായിരിക്കുന്നവർ അതിനെ സമീപിക്കാനും പാടില്ല. അശുദ്ധനായവൻ വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കുകയോ അതിനെ സമീപിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമുക്ക് നേരത്തെ അറിയാം, ന്യായപ്രമാണ ആ യുഗത്തിൻ്റെ പ്രത്യേകത പെട്ടെന്നാണല്ലോ ശിക്ഷ അവർക്ക് ലഭിക്കുക. അതുകൊണ്ട് ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അശുദ്ധമായി അതിനെ സ്പർശിക്കുക. ദൈവം പൂർണ്ണമായി വിശുദ്ധനാണല്ലോ. ഇനി 9 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നു. അതായത് കുഷ്ഠരോഗം ബാധിച്ചവൻ, ബീജസ്ഖലനം ഇത് സംഭവിച്ചവൻ, മരിച്ചവരെ ഇത് സ്പർശിച്ചവൻ, അങ്ങനെ മലിനതപ്പെട്ട ആരും അതിനെ സ്പർശിക്കുവാനോ അത് ഭക്ഷിക്കുവാനോ അത് പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ 10-ാം വാക്യത്തിൽ വായിച്ചു, പുരോഹിതർ ഒഴികെ അല്ലെങ്കിൽ പുരോഹിതന്മാർ ഒഴികെ അന്യന്മാരാരും അത് ഭക്ഷിക്കാൻ പാടില്ല നമ്മൾ വായിക്കുന്നു. ഇനി പുരോഹിതൻ വിലയ്ക്ക് വാങ്ങിയ അടിമയ്ക്കും അത് ഭക്ഷിക്കുക. കാരണം ആ അടിമ താമസിക്കുന്ന പുരോഹിതൻ്റെ വീട്ടിലാണ്. പുരോഹിതൻ്റെ ഭവനത്തിലുള്ളത് മാത്രമേ അവന് ഭക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് അതിനുള്ള അവകാശം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നു, പുരോഹിതൻ്റെ പുത്രിയെ പുരോഹിതനല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഭവനത്തിൽ വിവാഹം കഴിച്ചയച്ചാൽ പിന്നെ അവൾക്കിത് ഭക്ഷിക്കാൻ അവകാശമില്ല. എന്നാൽ അവൾ വിധവയാവുകയോ വിവാഹബന്ധം ഒഴിയുകയോ ചെയ്ത് വീണ്ടും ഈ പുരോഹിതൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചാൽ ഭക്ഷിക്കാം. കാരണം അവൾക്ക് വേറെ ഭക്ഷിക്കാനൊന്നുമില്ല. കാരണം പുരോഹിതൻ്റെ വീട്ടിൽ ഇത് മറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം, ദൈവം ഒരു അനുവാദം അവർക്കവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അറിയാതെ വിശുദ്ധ വസ്തു ആരെങ്കിലും അറിയാതെ കൊണ്ട് ഭക്ഷിച്ചു പോയാൽ അതിൽ 1/5 20% കൂടി അതിൻ്റെ വിലയുടെ 1/5 കൂടെ ചേർത്ത് അത് ആ പണം അത് പുരോഹിതനെ അവിടെ ഏൽപ്പിക്കേണ്ടതാണ്. ആ പണം ഒരുപക്ഷെ പുരോഹിതൻ ഇവൻ്റെ പാപപരിഹാരത്തിനായിട്ട് ദേവാലയത്തിൽ അത് സമർപ്പിക്കുന്നതാണ്. 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദഹനബലിക്ക് അർപ്പിക്കുന്ന മൃഗങ്ങളായാലും പക്ഷിയായാലും അത് ഊനമില്ലാത്തതാവണം. കാരണം ദൈവം പൂർണ്ണനാണ്. അപൂർണമായതിനെ ഒന്നും ദൈവത്തിന് നമ്മൾ സമർപ്പിക്കാൻ പാടില്ല. പൂർണ്ണതയുള്ളതിനെയാണ് ദൈവത്തിന് അവിടെ ഇത് സമർപ്പിക്കേണ്ടത്. അന്ധതയുള്ളത്, അംഗവൈകല്യം സംഭവിച്ചത്, വ്രണമുള്ളതോ ഈവൻ പുഴുക്കടി ദേഹത്തുണ്ടെങ്കിൽ പോലും അതിനെ ദൈവസ്ഥാനത്തിൽ യാഗമായി അർപ്പിക്കാൻ പാടില്ല. കാരണം ദൈവം അതിവിശുദ്ധനാണ്. വിശുദ്ധമായത് മാത്രമേ ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കാവൂ എന്നുള്ളതാണ്. അതുപോലെ 21-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ബൈ ഫോഴ്സിൽ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ഏതെങ്കിലും മൃഗങ്ങളുടെ അംഗവൈകല്യം അതിന് വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെ പോലെ യാഗം അർപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ 26-ാം വാക്യം നമ്മൾ വായിക്കുന്നു, കാള, ചെമ്മരിയാട്, കോലാട് എന്നിവയൊക്കെ പ്രസവിച്ചാൽ അതിൻ്റെ കുട്ടിയെ 7 ദിവസം അമ്മയുടെ കൂടെ അതിനെ നിർത്തണം. 7 എന്നുള്ളത് നമുക്കറിയാം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ്. 8-ാം ദിവസം അതിനെ യാഗം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ച പൂർണ്ണമായി എന്നുള്ള ഒരു സൂചനയാണ്.
അവിടെ കൊടുക്കുന്നത് 7 ദിവസവും അമ്മയുടെ കൂടെ ഇതിനെ നിർത്തിയതിന് ശേഷം 8-ാം ദിവസം അതിനെ യാഗമായിട്ട് അർപ്പിക്കാം. പിന്നെ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, തള്ളയെയും കുട്ടിയെയും ഒരേ ദിവസം കൊല്ലരുത്. മുമ്പ് നമ്മൾ വായിച്ചു, തള്ളയുടെ പാലിൽ കുട്ടിയുടെ മാംസം വേവിക്കരുത്. രണ്ടിനെ ഒരു ദിവസം കൊല്ലാനായിട്ട് ഇത് പാടില്ല. ഓരോ ദിവസങ്ങൾ മാറി മാത്രമേ അതിനെ യാഗമായിട്ട് അർപ്പിക്കാൻ പാടുള്ളൂ. കാരണം കുട്ടിയെ കൊല്ലുന്നത് അമ്മ കാണുകയോ അമ്മയെ കൊല്ലുന്നത് കുട്ടി കാണുകയോ ചെയ്താൽ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ, ഇത് മൃഗമാണെങ്കിൽ പോലും അതിനെ സാധിക്കുകയില്ല. അതിൻ്റെ ഒന്നും മനസ്സിനെ അധികം വേദനിപ്പിക്കരുതെന്നാണ് പറയുന്നതിനർത്ഥം. അപ്പം അങ്ങനെ ഇതെല്ലാം വിശുദ്ധമായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം. പക്ഷേ മൃഗമാണെങ്കിൽ പോലും അതിൻ്റെ മനസ്സ് വേദനിക്കാനായിട്ട് പാടില്ല. മനുഷ്യൻ്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല. കാരണം സമാധാനവും സന്തോഷവും ഒക്കെ തരുന്ന ദൈവസന്നിധിയിലേക്കാണ് ആണല്ലോ നമ്മൾ സമർപ്പിക്കുന്നത്. അവിടെ നമുക്ക് സന്തോഷവും സമാധാനവുമാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവസാനം പറയുന്നു, എന്തെങ്കിലും മൃഗത്തെ യാഗമായി അർപ്പിച്ചാൽ അതിനെ കൊന്നാൽ അതിൻ്റെ മാംസം അന്ന് തന്നെ ഭക്ഷിക്കണം. പിറ്റേ ദിവസത്തേക്ക് അത് വെച്ചേക്കാനായിട്ട് പാടില്ല. കാരണം അതിൽ പിന്നെ അത് ഒരുപക്ഷെ അത് വളരെ കേടാകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ടാവാം അന്ന് തന്നെ ഭക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധ ബലിവസ്തു എങ്ങനെ ഭക്ഷിക്കണം എന്നതിനെക്കുറിച്ചാണ് കൊടുക്കുക. മനുഷ്യ ജീവിതത്തിലെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും ദൈവം സസൂക്ഷ്മം വീക്ഷിക്കുന്നതും അതിന് വേണ്ടതായ നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് ദൈവം മുന്നമേ തന്നെ കൊടുക്കുകയാണ്. മോശ മുഖാന്തരം അവിടെ നിന്ന് വന്ന് കനാനിൽ വന്ന് സ്ഥിരതാമസമായതിനു ശേഷം അവർക്ക് ആടുമാടുകളും വസ്തുക്കളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ യാഗമർപ്പിക്കണം എന്നുള്ള എല്ലാ നിയമങ്ങളും യഹോവയായ ദൈവം മുന്നമേ തന്നെ അവർ കൊടുക്കുകയാണ്. അത്രമാത്രം ദൈവം സ്നേഹിച്ച ഒരു സമൂഹമാണത്. ഇന്ന് ക്രൈസ്തവ സമൂഹത്തെ ദൈവം തൻ്റെ രക്തം കൊടുത്ത് നമ്മളെയൊക്കെ വീണ്ടെടുത്തതാണ്. നമ്മളെ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു. ആ ദൈവത്തെ മലിനപ്പെടുത്തുന്ന ഒന്നും പറയുകയോ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യാതെ ശാരീരികവും മാനസികവും ആത്മീയമായ 3 വിശുദ്ധിയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കോണം നമുക്കിടയാകണം. നമ്മുടെ വേദവായനകളും പ്രാർത്ഥനകളും ആരാധനകളും അതിന് നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.